അമ്മയെ ചതിച്ചു. ആ പാറുമ്മ കൊടയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചു ദിവസമായിട്ട് ചോരിയായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? ഇത് റോഡ് കൂടി വരുന്നേ ഉള്ളൂ. മോളെ ശൈലജേ, ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. വല്ലതും പറഞ്ഞാൽ തന്നെ കേൾക്കാത്ത മട്ടിലങ്ങ് നിന്നാ മതി. ഏത് സ്ത്രീ അമ്മ? പാറുമായി. അച്ഛന്റെ വകയിൽ ഒരു ബന്ധുവാണെന്നാ അവര് പറയുന്നേ. എന്റെ അറിവിൽ ഒരു ബന്ധവുമില്ല. ആരുമില്ല ഇവിടെ. എല്ലാവരും നാട് വിട്ടു പോയോ? ആരും ഇവിടെ കാണാനില്ലല്ലോ. ദേവി, ആ നിങ്ങളെല്ലാവരും അടുക്കളയിൽ കയറി ഒളിച്ചിരിക്കുക. എന്നാലും എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നു ദേവകി. കുട്ടീഷ്ണന്റെ മോന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണം അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്ന. ഒരൊറ്റ അക്ഷരം നീ മിണ്ടിപ്പോവരുത്. എടി, പോത്തുപാലത്തെ 2 ആമക്കളില്ലേ നിനക്ക്? അവർക്ക് എന്റെ വീട് വരുന്നു വന്നൂടെ? പോട്ടെ, വിവരത്തിനൊരു കത്തയച്ചൂടെ? എന്റെ കുട്ടീഷ്ണുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ? വെറുതെ അല്ലടി, നിന്റെ ഒക്കെ അഹങ്കാരം കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. വിളിച്ചെങ്കിൽ അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൂള് പത്തിയെടുക്കണ? നീ ആരോടാണ്ടി സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടണ്ട. അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ? ഓ, വലിയ അച്ഛൻ സ്നേഹി. നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവനെന്റെ കുട്ടീഷ്ണ. അറിയോ നിനക്ക്? എന്താ നിന്റെ പേര്? ശൈലജ. മോഹൻ എന്നെ പറ്റി പറഞ്ഞു കാണും അല്ലേ? പാറുമായി. ഓ, പറഞ്ഞു. എന്തു പറഞ്ഞു? ചേച്ചിക്ക് പോണ്ടേ? ചിരിച്ചു മൈക്ക് നീ അവനെ വല വീശി പിടിച്ചു അല്ലടി? ഇത് വല്ലാത്തൊരു ശല്യമല്ലോ. ഈ പെണ്ണും. മോള് പോയി കുളിക്കാൻ നോക്ക് പോ. ഓ, രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. നീ എന്തടി സുമാരനോട് പറയാഞ്ഞേ? അയ്യോ, ഞാൻ പറഞ്ഞു. അപ്പൊ സുഖമായിട്ടും പറഞ്ഞു അമ്മായി നമ്മുടെ ആരുമല്ല വിളിക്കണ്ടെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു? ദേ, ഞാൻ അവന് ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ ഗുണം പഠിക്കില്ല. അടുക്കളയിൽ എന്തൊക്കെയുണ്ടീ? അയ്യോ, മീനൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല. ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെയാ ചോറുന്ന? ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടല്ല. എനിക്കിഷ്ട. ദേ, നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞയച്ചു കുറച്ച് മീൻ മേടിപ്പിക്കും. എന്ത് മീനായാലും ശരി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന. ഇച്ചിരി നടന്നാ മതി, അപ്പ കിടക്കണം. ഞാനൊന്ന് മന്നിക്കട്ടെ. ചോറാകുമ്പോ വിളിക്കണേ. എന്റെ ശീലം നിങ്ങക്ക് അറിയാലോ. വിശന്നാ പിന്നെ വയറ്റിന്നൊരു കാളിച്ച. എന്റെ ദേവി, ഇനി കുറച്ചു ദിവസത്തേക്ക് പുകില് തന്നെ. നീ എന്തിനാ വയസ്സവരോട് തറുതൽ പറയാൻ നിൽക്കുന്നേ? ചെന്നിരുന്ന് വല്ലതും പഠിക്കാൻ നോക്ക്. ഈ കൊല്ലെങ്കിലും പാസ്സാവണം. ഓടി. ആ ശൈലജെ, ആ സാരി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സുഖുവേട്ടന് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ? സുഖേട്ടൻ പറയാ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന്. സുഖേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നാ നമ്മൾ കുറ്റം പറയാൻ പാടുണ്ടോ? ചോറാവാൻ വൈകെങ്കിൽ ഇത്തിരി ചായ ഇങ്ങോട്ട് എടുത്തു. ഓ, തൊള്ള തുടങ്ങി. അയ്യേ, ചാളയാ? വേറെ നല്ല മീനൊന്നും കിട്ടിയില്ലേ ദേവി? മഴയല്ലേ? ഉള്ളതാവട്ടെ. ചായ കുടിച്ചപ്പോ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. പിന്നെ ദേവകി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലെങ്കിൽ പുതിയ പെണ്ണ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് ശ്രീധനം കിട്ടി? ഒന്നും വാങ്ങിച്ചില്ല. അയ്യേ, മുഴുവൻ സ്വർണ്ണായിരിക്കും അല്ലേ? എത്ര പവൻ കിട്ടി? ഞാൻ അന്വേഷിച്ചില്ല. അത് കള. പെണ്ണിന് ജോലി ഉണ്ടല്ലേ? തരക്കേടില്ല കേട്ടോ. മൂത്തോന്റെ ഭാര്യയെക്കാൾ എന്തുകൊണ്ടും കൊള്ളാം. മക്കളുടെ ഭാര്യമാരെ തരംതിരിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. ഞാൻ നേര് പറഞ്ഞതാ. ആ കുട്ടിക്ക് എന്താ തോന്നുന്നു? വന്നിട്ട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ദേവകി, മീൻ മാങ്ങിട്ട് വെച്ചോളൂട്ടാ. മോഹന് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയാനായിട്ട് കുട്ടി പേടിച്ചു പോയി അല്ലേ? എന്റെ സ്വഭാവം അങ്ങനെയാ. നിന്റെ മോഹനുണ്ടല്ലോ, അവനെന്റെ മുമ്പിൽ നിൽക്കില്ല. പാറുമായി ഒന്ന് തറപ്പിച്ചു നോക്കിയാ മതി. നിന്ന നിലയിൽ അവൻ മൂത്രമൊഴിക്കും. പക്ഷെ ഒക്കെ സ്നേഹമുള്ള വർഗ. മോഹനെ ഈ തോളിലിട്ട് വളർത്തിയതാ പാറുമായി. അറിയോ നിനക്ക്? കുട്ടി, ഐശ്വര്യായിട്ടൊരു 50 രൂപയുടെ അടുത്ത് അമ്മായിക്ക് മുറുക്കാൻ വാങ്ങാനാ.
ചില്ലറ ഉണ്ടോന്നറിയില്ല. കാണും. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട. അതുകൊണ്ടാ. ഇതേ ഉള്ളൂ. 100ന്റെ അല്ലേ, സാരില്ല. അമ്മായി ചില്ലറ മാറ്റിക്കോളാം. നന്നായി വരും. മോഹന് അറിയണ്ട. ഓ, എന്തൊരു വിനയം, എന്തൊരു ഐശ്വര്യം. കുട്ടി, മോഹന്റെ ഭാര്യയ്ക്ക് മാസപ്പടി എന്ത് കിട്ടും? നീ ഇത് കണ്ട? ഇക്കാലം വരെ ഒരു 5 രൂപ ഇത് അമ്മായി മുറുക്കാൻ മേടിക്കുന്നു പറഞ്ഞ് നീ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നതല്ലേ, ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ കുട്ടി ഇത് വെച്ച് നീട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന കുട്ടികളായി എങ്ങനെ ഇരിക്കും? അല്ലാതെ അമ്മേ, ഇതെപ്പ അവതരിച്ചു? നല്ല കീറുകീറുകയാണല്ലേ. എന്നാൽ എന്റെ മോഹനൻ നിന്റെ വേണ്ട കല്യാണം. വേണ്ട, കൂടുതൽ പുന്നാരൊന്നും വേണ്ട. ഇവരിവിടെ കയറ്റി സൽക്കരിക്കേണ്ട കാര്യമില്ല, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നാ അമ്മയ്ക്കുള്ള എണ്ണ. നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും. കാര്യമൊക്കെ കൊള്ളാൻ നേരം വിളിക്കുമ്പോ സ്ഥലം വിട്ടോളാം. അമ്മ ഉണ്ടായിരുന്നേ. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതെന്താ ഇനിയും ചോറോ? മതി മതി, അത്രയ്ക്ക് മതി. എന്തോന്നാ മോനെ ഇത്? അമ്മയ്ക്ക് പരദോഷണത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ അടുത്തിരുന്ന് ഊട്ടി കൊടുക്ക്. ശരിജെ, കുളിക്കാൻ വെള്ളം ചൂടാക്ക്. നേരം വിളിക്കുമ്പോ സ്ഥലം വിടില്ലേ? മോളെ, ഉച്ചയിലത്തെ മീൻ കൂട്ടാന്റെ ചാറുങ്ങൾ ഇച്ചിരി എടുത്ത്. ഏയ്, പൊക്കോളില്ലേന്ന്. ഓ, ആ, മോഹന് ഭയങ്കര പേടിയാ. ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞതിന് മോഹൻ ഒരു കല്ലെടുത്ത് അമ്മായിയുടെ തലയ്ക്കൊരു ഏറെറിഞ്ഞു. അതിനുശേഷം മോഹനോട് മാത്രം കളിയില്ല. ചിലപ്പോ പാവവും തോന്നും, പക്ഷെ മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടേ, അതാ കുഴപ്പം. മോളിച്ചിരി മീൻചാരെടുത്തോട്. ആ, എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കി. ബുദ്ധിമുട്ടാ പറഞ്ഞു. മുളക് 1/2 കിലോ, മുളക് 1/2 കിലോ, മല്ലികാല്, മല്ലികാല്, പരിപ്പ് 1/2 കിലോ, പരിപ്പ് 1/2 കിലോ. 3 കൂട്ടോളോ? 24, 30. അവിടെ എന്താ വേണ്ടത്? ആൾക്കാരെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത്. ഞാൻ പോവുക. കുമാരന്റെ മോളെ ചോറൂണ ഇന്ന്. ആഹാ, സ്വന്തം പേരക്കുട്ടിയുടെ ചോറൂണായിട്ടാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. മോഹനെ പതുക്കെ. അമ്മായിക്ക് കുറച്ച് പുകല തന്നെ, ഞാൻ ഉടനെ പൊക്കോളാം. ബുദ്ധിമുട്ടാ. ഓ, ഒരു 2 കണ്ണി പോലെഞ്ഞെടുത്ത്. ഒരു 5-6 കണ്ണി ഇരുന്നോട്ട് മോഹന്. ഇപ്പത് മതി, സ്ഥലമിട്. അപ്പ അമ്മായി അടുത്ത ആഴ്ചയിൽ വരാം. ഇനി അടുത്ത കാലത്തൊന്നും ഈ ഏരിയ കണ്ടുപോരുത്. എളേച്ചന്റെ ഭാര്യയുടെ ആങ്ങള കുട്ടീഷിന്റെ മോനാ.